നമ്മളെ പൊതിച്ചത് തുറക്കാൻ പോട്ടോ. വാ തിരിച്ചു വെക്കണമായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു പൊതിച്ചോറ് കെട്ടലാണ് പരിപാടി. ടീച്ചർക്ക് ഭയങ്കര കൊതി, ഒരു ഇലയിലൊരു ഊണ്, അതും ഒരു പൊതിച്ചോറ് കഴിക്കണമെന്ന്. ഇതിപ്പം പൊതിച്ചോറ് ഇപ്പം എറണാകുളത്തൊക്കെ പൊതുവെ കിട്ടാറുണ്ട് പൊതിച്ചോറായിട്ട് പാഴ്സലൊക്കെ. എന്തായാലും ഇവിടെ അടുത്ത് കിട്ടാനില്ല, അതുകൊണ്ട് നമ്മളിന്നൊരു പൊതിച്ചോറ് ഉണ്ടാക്കുകയാണ്. അത്യാവശ്യം സാധനങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ചെറിയൊരു ലൈറ്റായിട്ട്, ഹെവി ആയിട്ടുള്ള സാധനമൊന്നുമില്ല, ലൈറ്റായിട്ട്. അപ്പോൾ നമുക്ക് എന്താ നോക്കാം. നല്ല ഇല വാട്ടി കഴുകി വൃത്തിയാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിനകത്ത് നല്ല ചൂട് ആവി പറക്കുന്ന ചോറ്, അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. താഴെ എന്തൊക്കെ ചെറിയ വെള്ളമുണ്ട്, എന്ത് ശ്രദ്ധിക്കണ്ട. നല്ല ആവി പറക്കുന്ന ചൂട് ചോറ് വേണം. ഓക്കെ, അതൊക്കെ കഴിക്കായിരിക്കും അല്ലേ? ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, ഇനി ഇതിനകത്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ല, ചോറ് ആദ്യം ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ ഫസ്റ്റിലെ വേണ്ട സാധനം വെച്ച് കഴിഞ്ഞാൽ, അല്ല, ഇത് നടുക്ക് നമ്മളൊരു കുഴി ഒഴിക്കും. ഒരു കുഴി ഒഴിച്ചിട്ട് അതിനകത്തോട്ട് നല്ല ഒരു ഉണക്കമീൻ ഈ കുഴിക്കകത്തോട്ട് വെക്കും. ഇതെന്താ ഈ കുഴിക്കകത്ത് വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇല തുറക്കുമ്പോൾ ഒരു പ്രത്യേക മണമായിരിക്കും കേട്ടോ. ഇത് കുഴിക്കുള്ളിൽ നിന്നിരുന്നാലുള്ളത് ഈ ചോറിന് മുഴുവൻ ഈ ഉണക്കമീൻ്റെ ഒരു മണം കൂടെ കിട്ടിയിട്ട് വേറൊന്നും വേണം ശരിക്കും പറഞ്ഞാൽ ഈ ചോറ് കഴിക്കാനേ. ഓക്കെ, ഇനി ഒരു ഇതെന്നൊക്കെ പറയുമ്പം ചമ്മന്തിയാണ് മസ്റ്റായിട്ട് ഫസ്റ്റിലെ വേണ്ട സാധനം. ചമ്മന്തി ഇച്ചിരി ഒരു ഉരുളയായിട്ട് തന്നെ ചമ്മന്തി വേണം. ഇല്ല, ചെറിയൊരു ഇല്ല ചമ്മന്തി, അത് ഈ സൈഡിൽ ഇങ്ങനെ വെക്കണം ചമ്മന്തി. ഓക്കെ, എൻ്റെ ചമ്മന്തി അതൊരു വലിയ കളർ കുറവുണ്ടോ ചമ്മന്തി. ഇനി നമുക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഒരു പൊതിച്ചോറിന് അത്യാവശ്യമായ സാധനം എന്ന് പറഞ്ഞാൽ ഒരു മുട്ട പൊരിച്ചതാണ്. അതാ ഈ സൈഡിൽ വെക്കും. ഓക്കെ, ഇത് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരു ചെറിയൊരു തോരൻ, അതൊരു ഭംഗി ഇരിക്കട്ടെ. മെഴുക്കുവരട്ടിയായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ. മെഴുക്കുവരട്ടി ഉണ്ടോ? ഓ, ഞാൻ അറിഞ്ഞില്ലാട്ടോ ഇതൊക്കെ വെച്ചത്. തോരൻ പക്ഷെ സംഭവം ഒരെണ്ണം മതിയായിരുന്നു കേട്ടോ. അത് ഈ സൈഡിലോട്ടോ അങ്ങനെ കൂർക്കയും പയറ്. ഓക്കെ, അത് റെഡി. ഇനി ഒരു ഇത്തിരി മാങ്ങാച്ചാറ്, അതിൻ്റെ ആ ഒരു മാങ്ങാച്ചാറിൻ്റെ ഒന്ന് ടച്ച് ചെയ്യാനതിൻ്റെ ഒരു സുഖത്തിന്. അത് നമ്മളെപ്പോഴും ചമ്മന്തിയുടെ അടുത്ത് വെക്കാം. ചമ്മന്തിയായിട്ട് മിക്സ് ആയാലും നല്ല ടേസ്റ്റാണ്. പപ്പടം വേണ്ട, പപ്പടം വെക്കണ്ട. ഓക്കെ, അപ്പം ഇതാണ് ഫുഡ്. ഇനി ഇത് നല്ല വെക്കണം. അങ്ങ് പൊതിയാം. കഴിഞ്ഞല്ല ഐറ്റംസ്? ഓക്കെ, ഇനി അങ്ങോട്ട് പൊതിയാം. ഓക്കെ, നമ്മുടെ രണ്ടാമത്തെ പൊതിയാണ്. അങ്ങനെ ഒരാൾ മാത്രം ആഗ്രഹം ഒരാൾക്ക് പറഞ്ഞാലും കൂട്ടത്തിൽ നമുക്കും ഇല്ലേ ആഗ്രഹങ്ങൾ. അപ്പോൾ ഇത് രണ്ടാമത്തെ പൊതിയാണ്. അപ്പോൾ അത് പൊതിയുന്ന ആദ്യത്തെ പൊതിയെന്ന് കാണിച്ചിട്ട്, അയ്യോ എൻ്റെ പൊതി ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട്. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കങ്ങ് പൊതി. ആദ്യത്തെ പൊതി ഒരു കുഴപ്പമില്ലായിരുന്നു. എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ കമത്തി വെക്കുക. ഈ ഇല എത്ര സുഖമില്ലായിരുന്നു. എന്നിട്ട് അന്ന് നമുക്ക് ചെയ്യുമ്പോൾ ഇളക്കാനുള്ള എങ്ങനെ കൊണ്ടുപോകുന്നില്ലല്ലോ, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പൊതിഞ്ഞാൽ മതിയായിരിക്കും. ഓക്കെ, മറ്റേ പൊതിഞ്ഞ കാണിച്ച് അങ്ങനെ രണ്ട് പൊതിയുണ്ട്. അപ്പോൾ ഇനി ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് സെറ്റായിട്ട് നമുക്ക് തുറക്കാം. പൊതിച്ചോറൊക്കെ തുറക്കാൻ പോവാണ്. തെറ്റിദ്ധരിക്കരുത്, ടീച്ചർക്ക് പൊതിയാന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും തെറ്റിദ്ധരിക്കും. ഇനി ഗർഭം അങ്ങനെയാണെന്ന് വിചാരിക്കരുത്. ഗർഭം ഇല്ല കുട്ടികളെ, പനി പിടിച്ച് ആകെ ഇതായിട്ടിരിക്കും. അപ്പോൾ എല്ലാവർക്കും പനി പിടിക്കുമ്പോൾ ഭക്ഷണം കഴിക്കില്ല. ഞാനാണെങ്കിൽ ഭയങ്കര ഭക്ഷണം കഴിക്കും. നമ്മളെ പൊതിച്ചത് തുറക്കാൻ പോട്ടോ. വാ തിരിച്ചു വെക്കണമായിരുന്നു. എങ്ങനെയുണ്ട് നോക്കൂ, നമ്മുടെ ചോറും കറികളും
എല്ലാം നല്ല നല്ല സ്മെല്ലുണ്ട് വാഴയിലയുടെ കേട്ടോ, നല്ല സ്മെല്ലുണ്ട്. ഞങ്ങൾക്ക് ഒരു വെള്ളമുണ്ട്, തിരിച്ചു വെക്കട്ടെ കേട്ടോ, തിരിച്ചു വെക്കട്ടെ. ഇച്ചിരി ചമ്മന്തി, മീനാശാനുണ്ടല്ലോ അവിടെ മീൻ. നോക്ക്, നിങ്ങൾ നോക്ക്, കാണിച്ചോ. വാ, നല്ലതായിട്ട് ഇരിക്കുന്നു. ഇച്ചിരി ഇത് കൊടുക്കുന്നു, ഇച്ചിരി അച്ചാറും, ഇച്ചിരി മുട്ട പൊരിച്ചതും, ഇച്ചിരി തോരനും അത് വെച്ചിട്ട് എങ്ങനെ വാ വാ. ഇവിടെ എന്നെ പ്രത്യേകത അറിയോ, രണ്ടുപേർക്കും ഭയങ്കര വിശപ്പാ. അത് കാരണം ഇതിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും, എന്നത്തെക്കാളും ഉള്ള ടേസ്റ്റ്. രണ്ടുപേരും നല്ല വിശന്നിരിക്കും. ഓക്കെ. ആ ചമ്മന്തിയോ? മീനെന്ത് എടുപ്പില്ല. അത് അപ്പോൾ നമ്മൾ തന്നെ അവസാനിപ്പിച്ചോ. വല്ലപ്പോഴും ഒരു പൊതിച്ചോറൊക്കെ എല്ലാവരും കഴിക്കാം. പഴയ കാലം സ്കൂൾ ജീവിതമൊക്കെ ഓർത്തെടുക്കട്ടെ, ഇലയുടെ മണം കിട്ടുമ്പോൾ. ഓക്കെ, ബൈ. ബൈ.